യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പന കാണുവാൻ സാധിക്കും. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ മധ്യേ തന്നെയുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, നമ്മുടെ സമീപേ തന്നെയുണ്ട്. പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളുടെ തന്നെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവെ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല; അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല; രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയിട്ട് എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു ഏത് ഉത്തരം പറയും? അവനവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഈ തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നാം മനുഷ്യരോട് എപ്രകാരം ഇടപെടുന്നു അത് കർത്താവിനോട് ഇടപെടുന്നതിന് സമമായിരിക്കുന്നു. നാം മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ കണ്ട് അതിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ നന്മകളെയും അംഗീകരിക്കും. നാം മനുഷ്യരോട് വിശ്വസ്തരാണെങ്കിൽ ദൈവത്തോടും വിശ്വസ്തരായിരിക്കും. ദൈവമേ, നീ വലിയവൻ, നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായവ എന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ സമീപത്തുള്ള, നമ്മൾ അറിയുന്ന ഒരു വ്യക്തി ചെയ്ത നല്ല കാര്യത്തെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ നമ്മുടെ ആരാധന സത്യമായ ആരാധനയായിരിക്കും. നാം മനുഷ്യനെ അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവത്തെ അംഗീകരിക്കുന്നതിന് തുല്യം. നാം മനുഷ്യനെ അംഗീകരിക്കാത്തവരാണെങ്കിൽ, മനുഷ്യൻ ചെയ്ത നന്മകൾ കണ്ട് അത് കാണാതെ കണ്ണടച്ച് കളയുന്നവരാണെങ്കിൽ, ദൈവമേ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. കർത്താവ് പറഞ്ഞതാണ്, ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതിന് സമം. ഇതിൻ്റെ അർത്ഥം മനുഷ്യനെ ആരാധിക്കുക എന്നല്ല, പക്ഷേ നാം മനുഷ്യനോട് എപ്രകാരം ഇടപെടുന്നു, ഒരു മനുഷ്യൻ ചെയ്ത നന്മകൾ കണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയാത്തവനെ ഒരിക്കലും കാണാത്ത ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നതല്ല. നമുക്ക് മനുഷ്യനോട് നന്ദിയുള്ളവരായിരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും കാണപ്പെടാത്ത ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ കഴിയുന്നതല്ല. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ യെരുശലേമിൽ ആരാധന നടക്കുന്നുണ്ട്, ശമര്യയിൽ ആരാധന നടക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പിതാവാം ദൈവത്തെ നമസ്കരിക്കുന്നത് യെരുശലേമിലോ ആ മലയിലോ അല്ല. ദൈവം ആത്മാവാകുന്നു. ഭൗതികമായ യാതൊരു പ്രവൃത്തിയും കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. നമ്മുടെ സമസൃഷ്ടികളായ മനുഷ്യരെ നാം എപ്രകാരം കാണുന്നു അതാണ് ദൈവം വിലമതിക്കുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കിയത്. കർത്താവ് ഒരിക്കൽ ഒരു വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കി. പരീശന്മാർ അതിന് വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അപ്പോൾ വന്ന് സൗഖ്യമാക്കിക്കൂടെ? കർത്താവ് അവരുടെ ദുഷ്ടത അറിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
കർത്താവ് ചെയ്ത ആ നല്ല പ്രവൃത്തി അംഗീകരിക്കുവാൻ അവർക്ക് മനസ്സില്ല. അവർ ആലയത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് യഹോവയെ ആരാധിക്കുന്നവരായിരിക്കാം. പക്ഷേ കർത്താവ് ചെയ്ത ആ പ്രവൃത്തി അംഗീകരിക്കുവാനുള്ള മനസ്സ് അവർക്കില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നമസ്കാരികളാകുവിൻ. വാക്കുകൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളുകൊണ്ട് യാഥാർത്ഥ്യമായി സത്യമായി ദൈവത്തെ അംഗീകരിക്കണം. കാണുന്ന മനുഷ്യനെ അംഗീകരിക്കാത്തവൻ കാണാത്ത ദൈവത്തെ അംഗീകരിക്കുവാൻ ഒരിക്കലും കഴിയുന്നതല്ല. അങ്ങനെയുള്ള ആരാധന കൊണ്ട് മനുഷ്യർക്ക് യാതൊരു ഗുണവുമില്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ല. കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നു, സ്വന്തത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വന്തമായവരോ കർത്താവിനെ കൈക്കൊണ്ടില്ല. ഇവരെല്ലാം മതഭക്തരായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള മനസ്സ് അവർക്കില്ലാതെ പോയി. കർത്താവ് പറഞ്ഞത്, ദൈവം സത്യമായ ആരാധനയെ അംഗീകരിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു.